ഫെയർ ക്രിയേഷൻ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ SEO ആയിട്ട് ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അതായത് സെർച്ച് എഞ്ചിനിൽ നിങ്ങൾക്ക് ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ പോസ്റ്റുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് റാങ്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇനി മുതൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർച്ച് എഞ്ചിൻസിന് വേണ്ടിയിട്ട് കൂടി നിങ്ങളുടെ പോസ്റ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ എല്ലാ വീഡിയോസും, അതായത് റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണെങ്കിലും അത് നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനിൽ നിങ്ങൾക്ക് റാങ്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. AI റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് കൂടി മെറ്റയുടെ സൈഡിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി മുതൽ ബ്രാൻഡഡ് കോണ്ടന്റ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് സോളോ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇനി മുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡഡ് കണ്ടന്റ്, അതായത് ഇൻഫ്ലുവൻസേഴ്സിന് അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് AIയുടെ പവേർഡോട് കൂടിയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മെറ്റ ഇപ്പോൾ അൺഒറിജിനൽ കണ്ടന്റുകൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ കണ്ടന്റ്, പ്രത്യേകിച്ചിട്ട് വീഡിയോസിന്റെ കേസിലാണ് ഇത് ബാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒറിജിനൽ ഓൺ വോയിസ് കണ്ടന്റുകൾ മാത്രമാണ് ഇനി മുതൽ മെറ്റ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾക്ക് ഒറിജിനൽ ഓൺ വോയിസ് കോണ്ടന്റുകൾക്ക് മാത്രമായിരിക്കും കൂടുതൽ റീച്ച് കിട്ടുന്നത്. യൂട്യൂബിലും ഈ ഒരു സെയിം കാര്യം വന്നിട്ടുണ്ട്. അതായത് ഒറിജിനൽ കോണ്ടന്റുകൾക്ക് മാത്രമായിരിക്കും ഇനി അങ്ങോട്ടേക്ക് റവന്യൂ ഓപ്ഷൻസ് കിട്ടുന്നത്. കൂടുതൽ വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒറിജിനൽ കോണ്ടന്റുകൾക്ക് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ട്രോൾ വീഡിയോസ് അല്ലെങ്കിൽ മൂവി കോണ്ടന്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ റവന്യൂ ഓപ്ഷനിൽ കുറേ വ്യത്യാസങ്ങൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മെറ്റ AI ഇൻഫ്രാസ്ട്രക്ചറിൽ പുതിയൊരു പുഷ് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് AI സൂപ്പർ ക്ലസ്റ്റേഴ്സിൽ മെറ്റയുടെ സൈഡിൽ നിന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് മെറ്റ യൂസ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യുന്നവർക്ക് ഓഡിയൻസ് ടാർഗറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി ബിൽഡിംഗ് ഒക്കെ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. ഇപ്പൊ കിട്ടുന്നതിലും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് AI ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്സ് ചെയ്യുന്നവർക്ക് സാധിക്കുന്നതാണ്. മെറ്റ ആഡ്സ് ചെയ്യുന്നവർക്ക് പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളുടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ആഡ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. സോ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഒരു വെരിഫിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2026 അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചിട്ട് ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യുന്നവർക്ക് ഓഡിയൻസ് ടാർഗറ്റിംഗിൽ നിന്നുള്ള കുറച്ച് ഓപ്ഷൻസ്, അതായത് ഇൻട്രസ്റ്റ്, ഡെമോഗ്രാഫിക്സ് ആൻഡ് ബിഹേവിയറിൽ നിന്ന് കുറച്ച് ഓപ്ഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 2026 തുടക്കത്തിൽ തന്നെ ഈ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഫേസ്ബുക്ക് ആഡ്സിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അനീഷ് കെ സൈനിങ് ഓഫ്.